മനസ്സാണ്. മനസ്സിലാവുന്നുണ്ട്? അതായത് നമ്മുടെ മുമ്പില് കർത്താവ് തുറക്കുന്ന വഴികൾ കാണാൻ പറ്റണമെങ്കിൽ അവിടെ ഈ ചിന്താഗതി മാറണം. ഹാഗാറും ഇസ്മായിലും കൂടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇസ്മായിൽ വെള്ളം കിട്ടാതെ ഭക്ഷണം ഇല്ലാതെ വാവിട്ട് കരഞ്ഞ് അമ്മയ്ക്ക് മനസ്സിലായി കൊച്ച് മരിക്കാൻ പോവാ. എനിക്ക് എന്റെ കൊച്ച് ചാവുന്നത് കാണാൻ വയ്യേന്ന് പറഞ്ഞ് അവള് ഓപ്പോസിറ്റ് തിരിഞ്ഞിരുന്ന് കരഞ്ഞു. ദൈവദൂതൻ വന്നിട്ട് അവളെ ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, മോങ്ങാതെ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. നീ കരഞ്ഞ് നിരാശപ്പെട്ടിരിക്കുമ്പോ എന്റെ പൊന്ന് പെങ്ങളെ, നിന്റെ മുമ്പിൽ ഒരു കിണറുണ്ടെന്ന് നിന്റെ കണ്ണ് കണ്ടെത്തത്തില്ല ഈ കരഞ്ഞോണ്ടിരിക്കുമ്പോ. കാരണം കരഞ്ഞ് ഈ കണ്ണ് മൂടിയിരിക്കുക. കിണർ അപ്പൊ ഉണ്ടായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവദൂതൻ അവൾക്കൊരു കിണറ് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. കാണിച്ചു കൊടുത്തു എന്ന് അതിന്റെ അർത്ഥം എന്താണ്? അവള് കണ്ടില്ലെന്നാണ്. അതിന് മുമ്പ് കണ്ടില്ല. മരുഭൂമിയിൽ പെട്ടെന്ന് സ്വിച്ചിട്ട് അവളെ കിണറുണ്ടാക്കിയതല്ല. കിണർ അവിടെ ഉണ്ടായിരുന്നു. മാറായില് കയ്പ് വെള്ളം. ആ കയ്പ് വെള്ളത്തെ നല്ല മധുരമുള്ള വെള്ളമാക്കാൻ മോശ അതില് കർത്താവ് അവന്റെ ഒരു തടി കഷണം കാണിച്ചു കൊടുത്തു. തടി അപ്പൊ ഉണ്ടായതല്ല, തടി അവിടെ ഉണ്ടായിരുന്നു. നിരാശപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സിന് നിന്റെ ജീവിതത്തിന്റെ കയ്പിനെ മധുരമാക്കുന്ന ഒരു തടി കാണാനുള്ള കഴിവില്ല. മനസ്സിലായോ? ആ തടിയുടെ പേരാണ് കുരിശ്. കർത്താവ്, ഈശോ, കാൽവരിയിലെ കഴുമരം, അതിലൂടെ ദൈവം നേടിത്തന്ന രക്ഷ. ഇന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഈ ലോകത്തിന്റെ ചിന്താഗതികളാണ്, ലോകത്തിന്റെ നിരാശ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? നമ്മളെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്ന കർത്താവിന് ഏത് ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റും.